ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം വന്നു. ഇന്ത്യ മുന്നണി പൊളിഞ്ഞു. കോൺഗ്രസ് ഒഴികെയുള്ള മറ്റെല്ലാ കക്ഷികളും ഒന്നൊന്നായി മുന്നണിക്കെതിരെ, കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. RJD ഈ ഭീകരമായ തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് രാഷ്ട്രീയ ജനതാദളിനും അതിൻ്റെ പരമാത്മാവായ ലാലു പ്രസാദ് യാദവിനും അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന തേജസ്വി യാദവിനും തല ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ പരിപൂർണമായിട്ടും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയാണ്. 61 സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് 48 സീറ്റുകളിലധികം മത്സരിച്ചിട്ട് ജയിച്ചത് കേവലം 5 സീറ്റുകളിലാണ്, 5 or 6 സീറ്റുകളിലാണ്. അവസാന ഇതിൽ ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. എന്തായാലും 2 അക്കം തികയ്ക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. ഒരു കാലത്ത് ബീഹാർ ഭരിച്ചത് കോൺഗ്രസ് ആണെന്ന് ഓർക്കണം. ബീഹാറിൽ ഇടക്കാലത്ത് വീണുപോയ 60കളുടെ അവസാനവും 70കളുടെ ആദ്യവുമൊക്കെ ആയിട്ട് ബീഹാറിൽ വീണുപോയ കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റ് വരുന്ന കാഴ്ച പോലും നമ്മൾ കണ്ടതാണ്. ആ ബീഹാറിലാണ് അത്യന്തം ദയനീയമായിട്ട് കോൺഗ്രസ് മരുന്നിന് പോലുമില്ല എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണി മഹാസഖ്യം എന്നത് പൊളിഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ CPM പറഞ്ഞു, പ്രകാശ് കാരാട്ട് പറഞ്ഞു, ഏത് ഇന്ത്യ മുന്നണി, എവിടത്തെ മുന്നണി? അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് തട്ടിക്കൂട്ടിയ ഒരു ഏർപ്പാടാണ്, ഏച്ചു കെട്ടിയതാണ്. ആ ഏച്ചുകെട്ടലൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അഴിഞ്ഞു വീണു. ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണി ഇപ്പോഴില്ല. ഈ ഇന്ത്യ മുന്നണി ഉണ്ട് എന്നൊരു തോന്നലുണ്ടായത് തന്നെ SIR-നെതിരായ ഒരു സമരം സംഘടിപ്പിക്കുമ്പോഴാണ്. ഡൽഹിയിൽ, ബീഹാറിൽ SIR 1ാം ഘട്ടം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഈ വോട്ട് ചോരി ആക്ഷേപിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സുകാർ രംഗത്ത് വരികയും ആദ്യത്തെ 2 ദിവസം 48 മണിക്കൂർ ഇന്ത്യ സഖ്യത്തിലെ ഒരു കക്ഷികളും അതിനെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്തില്ല. രാഹുൽ ഗാന്ധി വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് SIR-നെതിരെ 66 ലക്ഷം പേരെ പുറത്താക്കി എന്നൊക്കെ ആരോപിച്ച് രംഗത്ത് വന്നെങ്കിലും ആദ്യത്തെ 2 ദിവസം സഖ്യകക്ഷികൾ ആരും അനങ്ങിയില്ല. ഒടുവിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് എല്ലാവരെയും അവിടുന്ന് ഇവിടുന്നുമൊക്കെ തട്ടി ഉണർത്തി, ഇത് നിങ്ങൾക്കുമൊക്കെ അപകടം ചെയ്യും, കാരണം ഈ വ്യാജ വോട്ടർ ID കാർഡുമായിട്ട് ഇവിടെയുള്ള ആൾക്കാരെ മുഴുവനും കണ്ടുപിടിച്ച് പുറത്താക്കും, അതോടുകൂടി നമ്മുടെ കച്ചവടം പൂട്ടും, സ്നേഹത്തിൻ്റെ കട പൂട്ടും എന്നൊക്കെ പറഞ്ഞ് അവരെ കുത്തിത്തിരിപ്പുണ്ടാക്കി അവരെ രംഗത്തിറക്കി. ഇതാണ് സത്യം. കാരണം അതിപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കൂടുതൽ വ്യക്തമായി. സുപ്രിയ സുലെ നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു പ്രമുഖ നേതാവാണ് NCPയുടെ. സുപ്രിയ സുലെ പറയുന്നത് ജോ ജീത്ത വഹി സിക്കന്ദർ, ജയിച്ചവനാണ് താരം, ഒറ്റ വാക്കി പറഞ്ഞാൽ അതിലെല്ലാം ഉണ്ട്. സുപ്രിയ സുലെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് NDA മുന്നണിയിലേക്ക് NCP പരിപൂർണമായിട്ടും ചേക്കേറും എന്ന് കേൾക്കുന്നുണ്ട്. അതിനാകെ ഒരു തടസ്സം NCPയുടെ സ്ഥാപക നേതാവായ ശരത് പവാറാണ്. ശരത് പവാറിൻ്റെ കാലം കഴിഞ്ഞാൽ NCP സമ്പൂർണമായിട്ടും NDA മുന്നണിയിലെത്തും എന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല. ശരത് പവാറിന് NDAയിൽ അങ്ങനെ പോകാൻ സാധിക്കില്ല. അതിന് പല രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, സംഘടനാപരമായ കാരണങ്ങളുണ്ട്, അല്ലാതെ പുറത്തു പറയാൻ പറ്റാത്ത ചില കാരണങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് പറഞ്ഞാൽ നമ്മൾ വളരെ പിന്നിലേക്ക് സഞ്ചരിക്കണം. 2008 നവംബർ 26 മുംബൈയിലുണ്ടായ ആക്രമണമടക്കം എടുത്തു വച്ച് ചർച്ച ചെയ്യേണ്ടി വരും. തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. ഇനി DMK തമിഴ്നാട്ടിലാണ് കോൺഗ്രസ് സഖ്യകക്ഷികളിൽ ഏറ്റവും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് തമിഴ്നാട്ടിലെ DMK ആണ്. ആ DMK പോലും രംഗത്ത് വന്ന് കോൺഗ്രസിനെ പള്ളു പറഞ്ഞു. കോൺഗ്രസിന് അമിത ആത്മവിശ്വാസമാണ്. പേരിന് പോലും ഒരു നല്ല ബൂത്ത് കമ്മിറ്റി പോലും ബീഹാറിൽ ഇല്ല. കോൺഗ്രസ് മത്സരിച്ച മണ്ഡലങ്ങളിൽ ഒന്നും കോൺഗ്രസിന് കേഡർമാരില്ല, അണികളില്ല. പറയുന്നതാരാ?
ഇങ്ങ് ഏറ്റവും അറ്റത്തിരിക്കുന്ന ബീഹാറിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കിടക്കുന്ന തമിഴ്നാട്ടിലെ DMK-യുടെ നേതാവ് MK സ്റ്റാലിനാണ് പറയുന്നത് ബീഹാറിൽ കോൺഗ്രസ്സിന് സംഘടനാ സംവിധാനമില്ല, പാർട്ടി സംവിധാനമില്ല എന്നൊക്കെ. പിന്നെ എങ്ങനെ ജയിക്കും എന്ന് സ്റ്റാലിൻ ചോദിക്കുന്നു. അതുപോലെ തന്നെ മമത തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു ഇന്ത്യ സഖ്യം പൊട്ടും എന്ന്. ബീഹാറിൽ ഇന്ത്യ സഖ്യം പൊട്ടും എന്ന് മമത ഉറപ്പിച്ചു പറഞ്ഞതാണ്. എന്തായാലും മമത അവിടെ ഒരു പിന്തുണയും കൊടുത്തില്ല, തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയില്ല, ഒന്നും ചെയ്തില്ല. ഇനി മമത പല ആവർത്തി നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം മമതയും ലാലു പ്രസാദ് യാദവും ഒരുമിച്ച് ആവശ്യപ്പെട്ടതാണ് രാഹുലിനെ മാറ്റണം, കോൺഗ്രസിനെ ഇന്ത്യ സഖ്യത്തിൻ്റെ തലപ്പത്തുനിന്ന് മാറ്റണം, പകരം ഈ ഘടകകക്ഷികളിൽ ആരെങ്കിലും വരട്ടെ എന്ന് മമതയും ലാലുവും ഒരുമിച്ച് ആവശ്യപ്പെട്ടതാണ്. ഇതൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. ഇനി ശിവസേന അനക്കമില്ല. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം പണ്ടേ അവർ ജീവൻ പോയ അവസ്ഥയിലാണ്. ഇപ്പോൾ ബീഹാറിനെ കുറിച്ച് അവർക്ക് ഒന്നും മിണ്ടാനില്ല. ഇനി സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവ്, അദ്ദേഹം തൊട്ടടുത്ത സംസ്ഥാനത്തിലുള്ള ആളാണ്. വച്ച നാക്ക് അദ്ദേഹം എടുത്തിട്ടില്ല. ഈ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച നമ്മൾ കണ്ടത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എമ്പാടും അവിടെ വോട്ടർ അധികാർ യാത്ര നടത്തി വോട്ട് ചോരി ആരോപിച്ച് അതുപോലെ SIR-നെതിരെ വലിയ പ്രതിഷേധവും ഒക്കെ ആയിട്ട് രാഹുൽ ഗാന്ധി തെക്കു വടക്ക് നടന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനം നടക്കുന്ന കാലത്ത് രാഷ്ട്രീയ ജനതാദളിലെ തേജസ്വി യാദവോ മറ്റേതെങ്കിലും ഒരു നേതാവോ SIR-നെതിരെ പറയുന്നത്, വോട്ട് ചോരിയെക്കുറിച്ച് പറയുന്നത് നമ്മൾ ആരും കേട്ടിട്ടില്ല. അത് ഒരു ചീറ്റിപ്പോയ പടക്കം, നനഞ്ഞ പടക്കമാണ് എന്നാണ് RJD-യുടെ നിലപാട്. അതുകൊണ്ട് തന്നെ അവർ അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടിയില്ല. അപ്പോൾ ഇനി എന്താണ് ഇന്ത്യ സഖ്യത്തിൻ്റെ, ഇന്ത്യ മുന്നണിയുടെ ഭാവി? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മുന്നണി പൊളിഞ്ഞു പാളീസായി, കച്ചവടം പൂട്ടി, സ്നേഹത്തിൻ്റെ കട പൂട്ടി. ഇനി സംഭവിക്കാൻ പോകുന്നത് ഇതൊരു മൂന്നാം മുന്നണിയായിട്ട് മാറുകയും കോൺഗ്രസിനെ തൂക്കിയെടുത്ത് ദൂരെ കളയുകയും ചെയ്യും അവർ. രാഹുലിൻ്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് ഇനിയും ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ മുന്നണിയിലെ മറ്റ് സഖ്യകക്ഷികൾ മമതയും അഖിലേഷും സ്റ്റാലിനും, കാരണം ഇവരൊക്കെയാണ് പ്രാദേശികമായിട്ട് എന്തെങ്കിലും ചെറിയ തോതിലെങ്കിലും ശക്തിയുള്ള ആൾക്കാർ, കുറഞ്ഞ പക്ഷം അവരുടെ സംസ്ഥാനത്തു നിന്ന് 30-ലധികം സീറ്റുകളൊക്കെ ജയിച്ചു വരാൻ, ലോക്സഭയിലേക്ക് ജയിച്ചു വരാൻ ശേഷിയുള്ള ആൾക്കാർ, രാജ്യസഭയിലേക്ക് MP-മാരെ അയക്കാൻ ശേഷി, അതിന് തക്കവണ്ണം സംസ്ഥാനങ്ങളിൽ MLA-മാർ ഉള്ള പാർട്ടികൾ ഇവരൊക്കെയാണ്. അവർ ഇനി രാഹുലിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കും, അതിനെ അനുസരിക്കും എന്ന് തോന്നുന്നില്ല. ബീഹാർ രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് ഞാൻ മുമ്പും പറഞ്ഞു, അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വഴിത്തിരിവാണ്. ബീഹാറിലെ രാഷ്ട്രീയവും ബീഹാറിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും. സംഭവിക്കാൻ പോകുന്നത് NCP കൂടോടെ NDA-യിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റ് കക്ഷികൾക്ക് NDA-യിലേക്ക് അങ്ങനെ പെട്ടെന്ന് വരാൻ സാധിക്കില്ല, അവർ NDA-യിലേക്ക് വരുമെന്നും തോന്നുന്നില്ല. പക്ഷേ ഇക്കൂട്ടത്തിൽ മറ്റൊരാളെ നമ്മൾ വിട്ടുപോയി, അത് ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ്. ജാർഖണ്ഡ് മുക്തി മോർച്ച 6 സീറ്റുകൾ ചോദിച്ചു ബീഹാറിൽ, അവർക്ക് ഒരു സീറ്റ് പോലും കൊടുത്തില്ല. അങ്ങനൊരു കക്ഷിയുണ്ട് തൊട്ടയൽ സംസ്ഥാനത്ത്. ഒരു കാലത്ത് ബീഹാറിൻ്റെ തന്നെ ഭാഗമായിരുന്നതാണ് ഈ ജാർഖണ്ഡ്. ആദിവാസി മേഖലകൾ ധാരാളമുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ ഹേമന്ത് സോറൻ കുടുംബത്തിൻ്റെ അടിയാളരായി പോയി നിന്ന് കൂട്ടുകക്ഷി സർക്കാരുണ്ടാക്കി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. ജാർഖണ്ഡ് മുക്തി മോർച്ചയുമായിട്ട് ചേർന്ന് ആ പാർട്ടിക്കാണ് തൊട്ടടുത്ത സംസ്ഥാനത്തിൽ, അതിൻ്റെ മാതൃ സംസ്ഥാനം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ബീഹാറിൽ അവർക്ക് ഒരു 5 സീറ്റ് ചോദിച്ചിട്ട് കോൺഗ്രസ് കൊടുക്കാൻ സമ്മതിച്ചില്ല. അവർ തെരഞ്ഞെടുപ്പിൽ നിന്ന് പരിപൂർണമായിട്ടും വിട്ടുനിന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിക്കും. കോൺഗ്രസ് ഇപ്പോൾ പാഠം പഠിച്ചു. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് JMM നേതൃത്വത്തിൽ
ജാർഖണ്ഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അവർ, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ, അവർ NDAയുമായിട്ട് ചർച്ചകൾ ഉടൻ തന്നെ ആരംഭിക്കും. ഈ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തു പോകും, അവർ NDAയിൽ ചേരും. അതോടുകൂടി കോൺഗ്രസ് ജാർഖണ്ഡിൽ ഉള്ള ഒരു സർക്കാരിനെ കൂടെ കുരുതി കൊടുത്ത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും സമ്പൂജ്യരായി അവിടുന്ന് മടങ്ങും. അവിടെ ഏതാണ്ട് ഭൂരിപക്ഷത്തിനോട് അടുത്ത് സീറ്റുകൾ JMMനുണ്ട്, BJPക്കും അവിടെ സീറ്റുകളുണ്ട്. രണ്ടുപേരും കൂടെ ചേർന്ന് വേറെ ആരുടെയും സഹായം വേണ്ട, സുഖമായിട്ട് അവിടെ ഭരിക്കാം. ഈ ഹേമന്ത് സോറനെതിരെ ധാരാളം അഴിമതി കേസുകളുണ്ട്, ED അന്വേഷണം നടക്കുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു, അദ്ദേഹം ജയിലിലായിരുന്നു. ഇതൊക്കെയാണ് അവിടെ NDAയിലേക്ക് വരാൻ JMMന് തടസ്സമായി നിൽക്കുന്നത്. ഒരു പക്ഷേ ഹേമന്ത് സോറനെ മാറ്റി മറ്റൊരു മുഖ്യമന്ത്രിയെ അവർ നിയോഗിച്ചാൽ NDAയുടെ വാതിലുകൾ BJP മലർക്ക തുറന്നിടുകയും ഇവർ ഒത്തുചേരുകയും ജാർഖണ്ഡിൽ നിന്ന് കോൺഗ്രസ് മുക്തമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. എന്തായാലും മുന്നണി ശിഥിലമായി കഴിഞ്ഞു. ഇനി അത് ഈ പറയുന്നത് പോലെ കേരളത്തിൽ പണ്ടേ ശിഥിലമാണ്. കാരണം മുന്നണിയിലുള്ള രണ്ട് കക്ഷികളും ചേർന്നാണ് കേരളത്തിൽ പരസ്പരം പോരടിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ കഥ വ്യത്യസ്തമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു പാൻ ഇന്ത്യൻ തലത്തിൽ ചിന്തിക്കുമ്പോൾ, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഈ മുന്നണി പൊളിഞ്ഞ് പാളീസായിരിക്കുന്നു. കച്ചവടം പൂട്ടി, സ്നേഹത്തിൻ്റെ കട താഴിട്ട് പൂട്ടി, താക്കോല് രാഹുൽ ഗാന്ധി അറബിക്കടലിൽ എറിഞ്ഞിരിക്കുകയാണ്.